ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇൻഫ്ലുവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള പുരസ്കാരങ്ങൾ. കേരള പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2020 എഴുത്തച്ഛ പുരസ്കാര ജേതാവ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയാണ് 2020 എഴുത്തച്ഛ പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത്. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളത്തോൾ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ്. വള്ളത്തോൾ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് പാല നാരായണൻ നായർ. 1991 പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് പാല നാരായണൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദനാണ് 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 വയലാർ പുരസ്കാരം നേടിയത്. 2020 വയലാർ പുരസ്കാരം നേടിയത് ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഏഴാഞ്ചേരി രാമചന്ദ്രനാണ് 2020 വയലാർ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്കാണ് ഏഴാഞ്ചേരി രാമചന്ദ്രന് വയലാർ പുരസ്കാരം ലഭിച്ചത്? ഒരു വെർജീനിയൻ വേൽക്കാലം. ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് 2020 വയലാർ പുരസ്കാരം ഏഴാഞ്ചേരി രാമചന്ദ്രന് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2019 വയലാർ പുരസ്കാരം നേടിയതായിരുന്നു. 2019 വയലാർ പുരസ്കാരം നേടിയത് VJ ജെയിംസ്, നോവൽ നിരീശ്വരൻ. 2019 വയലാർ പുരസ്കാരം നേടിയത് VJ ജെയിംസ്, നോവൽ നിരീശ്വരൻ. വയലാർ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവാണ് ലളിതാംബിക അന്തർജനം. വയലാർ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന്, ലളിതാംബിക അന്തർജനത്തിന് വയലാർ പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിക്കാണ്? അപ്പോൾ ഏത് കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ പുരസ്കാരം ലഭിക്കുന്നത്? ഏത് കൃതിക്കാണ്? അഗ്നിസാക്ഷികൾ. അഗ്നിസാക്ഷികൾ എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 മുട്ടത്തു വർക്കി പുരസ്കാര ജേതാവ്. 2019 മുട്ടത്തു വർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിൻ. ബെന്യാമിനാണ് 2019 മുട്ടത്തു വർക്കി പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവ് ആരാണ്? OV വിജയൻ. മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജേതാവാണ് OV വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം എന്താണ്? ദേശി ഡാനിയൽ പുരസ്കാരം. ദേശീയ ഡാനിയൽ പുരസ്കാരമാണ് ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, 2018 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. 2018 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ഷീല. ഷീലയ്ക്കാണ് 2018 JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. 2019 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരൻ. സംവിധായകൻ ഹരിഹരനാണ് 2019 JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതായിരുന്നു. K സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദനാണ് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതായിരുന്നു. UA ഖാദർ. UA ഖാദറിനാണ് 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് ആരാണ്? തിക്കൊടിയൻ. 2001 തിക്കൊടിയന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജേതാവാണ് തിക്കൊടിയൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2020 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്. 2020 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ഇളയരാജ.
ഇളയരാജയാണ് 2020 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 ഹരിവരാസന പുരസ്കാരത്തിന് അർഹയായത്. 2019 ഹരിവരാസന പുരസ്കാരത്തിന് അർഹയായത് പി സുശീല. പി സുശീലയ്ക്കാണ് 2019 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 2019 ഓടക്കുഴൽ അവാർഡ് നേടിയതാര്? 2019 ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരൻ. കൃതി മായാമനുഷ്യൻ. മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് 2019 എൻ പ്രഭാകരന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2018 ഓടക്കുഴൽ അവാർഡ് നേടിയതാര്? 2018 ഓടക്കുഴൽ അവാർഡ് നേടിയത് EV രാമകൃഷ്ണൻ. നോവൽ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന നോവലിനാണ് 2018 EV രാമകൃഷ്ണനെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ്. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അടുത്ത 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് എച്ച്-കാനം. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് എച്ച്-കാനം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചതാർക്ക്? 2018 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് KR മീര. നോവൽ ആരാച്ചാർ. അപ്പോൾ KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിനാണ് 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഇന്ന് പറയാനുള്ള 25 ചോദ്യോത്തരങ്ങൾ. അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് 2020 എഴുത്തച്ഛ പുരസ്കാര ജേതാവ് പോൾ സക്രിയ. അടുത്തത് 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്രിയ. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് M മുകുന്ദൻ. വള്ളത്തോൾ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് ബാലനാരായണൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദലയിൽ P സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ 2020 വയലാർ പുരസ്കാരം നേടിയത് ഏഴാഞ്ചേരി രാമചന്ദ്രൻ. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. അടുത്ത ക്വസ്റ്റ്യൻ 2019 വയലാർ പുരസ്കാരം നേടിയത് VJ ജെയിംസ്. നോവൽ നിരീശ്വരൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വയലാർ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. അടുത്ത ക്വസ്റ്റ്യൻ ലളിതാംബിക അന്തർജനത്തിന് ഏത് കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്? കൃതി ഏതാണ്? അഗ്നി സാക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിൻ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ മുട്ടത്ത് വർക്കി പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവാണ് OV വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ ചരിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരം. 2018 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷീല. 2019 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഹരിഹരൻ സംവിധായകനാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് K സച്ചിദാനന്ദൻ. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് UA ഖാദർ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്ന ആദ്യ ജേതാവ് തിക്കൊടിയൻ 2001. അടുത്ത് പറഞ്ഞത് 2020 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ഇളയരാജ. 2019 ഹരിവരാസന പുരസ്കാരത്തിന് അർഹയായത് P സുശീല. അടുത്ത ക്വസ്റ്റ്യൻ 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് N പ്രഭാകരൻ. കൃതി മായാമനുഷ്യൻ. 2018 ഓടക്കുഴൽ അവാർഡ് നേടിയത് EV രാമകൃഷ്ണൻ. നോവൽ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. അടുത്ത് നമ്മൾ പറഞ്ഞ 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് എച്ച്-കാനം. അടുത്ത ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 2018 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് KR മീര. നോവൽ ആരാച്ചാർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കേരള പുരസ്കാരങ്ങളിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.